സത്യത്തിൽ എനിക്കിപ്പോൾ എന്നെ കാണാൻ വരുന്നവരെ ഫേസ് ചെയ്യേണ്ട മോള് വിഷമം. കാണാൻ വരുന്നവർക്കും എനിക്കും പരസ്പരം ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. ഡേസി ആന്റിയുടെ വരവൊന്നും നീ അക്കൂട്ടത്തിൽ കൂട്ടണ്ട. ആന്റിയോട് സംസാരിച്ച ഒരു പോസിറ്റീവ് വൈബ് കിട്ടും നിനക്ക്. VP അമ്മയെ ഫേസ് ചെയ്യുന്നതാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്. പ്രത്യേകിച്ചും VPയുടെ കാര്യം. ആതിരയുടെ ആ യാത്ര VPക്ക് വേണ്ടിയായിരുന്നല്ലോ. അതിൻ്റെ ഒരു കുറ്റബോധം VPയിൽ ഇപ്പോഴും ഉണ്ട്. അത് ആളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അങ്കിൾ എന്നോട് അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അങ്കിളും ആന്റിയും ഇപ്പൊ വല്ലാതെ കൺസേൺ ആയിരിക്കുന്നത് നിന്റെ കാര്യത്തില്. അവരുടെ ആശ്വാസത്തിന് വേണ്ടിയെങ്കിലും നീ ഒന്ന് തിരിച്ചു വന്നേ പറ്റൂ. അപ്പോ ഞാൻ ശ്രമിക്കുന്നുണ്ട് മാളു. പക്ഷേ ബോധപൂർവ്വം ഒരു മാറ്റം അതിന് വഴങ്ങാൻ മനസ്സ് വരുന്നില്ല. VPക്ക് തോന്നുന്ന പോലെ തന്നെ ആതിരയോട് അവൾ ആഗ്രഹിച്ച സമയത്തൊന്നും നീതി പുലർത്താൻ പറ്റിയില്ല എന്നൊരു ഗിൽറ്റി ഫീല് മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവസാനത്തെ ശ്വാസം വിട്ടുപോകുന്ന ആ നേരത്തും ആ കണ്ണുകളിൽ എന്തൊരു പ്രതീക്ഷയായിരുന്നു മാളു. ഞാൻ അടുത്തുണ്ടെങ്കിൽ അവക്ക് ഒന്നും സംഭവിക്കില്ലെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ മുഖത്ത്. പക്ഷെ അപ്പോ നമ്മളെക്കാര്യം മനഃപൂർവ്വം സംസാരിക്കില്ലെന്ന് ഉറപ്പിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മനഃപൂർവ്വം ശ്രമിച്ചാലും ഒടുവിൽ നമ്മൾ അവിടെ തന്നെ എത്തി നിൽക്കുമാണോ? അതങ്ങനെയാ. എടാ കുഞ്ഞുമോനെ, വണ്ടി ഒതുക്കേടാ. നമസ്കാരം മക്കളെ. രണ്ടുപേരും കൂടി എവിടെ പോയിട്ട് വരുന്ന വഴിയാ? എന്നതാ രണ്ടുപേരും കൂടി ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലയോ? ഫിലിപ്പോസ് അച്ചായനാ, സാംകുട്ടിയുടെ അപ്പൻ. മോക്ക് എന്നെ ഓർമ്മയില്ലയോ? അന്ന് വീട്ടിൽ വന്നതല്ലയോ? പിന്നെ എന്നെ അക്കൗണ്ട് വിശേഷങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ചല്ലയോ? അങ്ങനെ വേണം മക്കളെ. നാട്ടുകാര് തെണ്ടികളെ എന്നാ പറഞ്ഞാലും നമ്മുടെ ഭാഗം വിട്ടുകൊടുക്കരുത്. അതൊരു വാശി പോലെ എടുത്ത് നമ്മൾ സ്ട്രോങ് ആയി മുന്നോട്ട് പോകണം. ചുണക്കുട്ടികളായ ഇങ്ങനെ വേണം. നീ വാപ്പു, നമുക്ക് പോ. അയ്യോടി മക്കളെ, ഒന്ന് പറയാൻ നിങ്ങളിങ്ങനെ പോയാലിങ്ങനെയാ? അച്ഛനത് സങ്കടമാവേ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അറിഞ്ഞായിരുന്നോ? എന്റെ സാംകുട്ടിനെയും അവന്റെ കൂട്ടുകാരനെയും ഇന്നലെ കോടതി ജാമ്യത്തിൽ വിട്ടു. ജാമ്യം അനുവദിച്ചു എന്ന് ജഡ്ജി പറഞ്ഞപ്പോ പിള്ളേരുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. കണ്ടു നിന്ന എന്റെ കണ്ണ് പോലും അങ്ങ് നിറഞ്ഞുപോയി. ഭാഗ്യത്തിന് ഇടംകോടിലിടാൻ ആ നന്ദകുമാർ വക്കീൽ കോടതിയിൽ വന്നില്ലായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ മക്കൾ അയാളുടെ കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മുടെ കേസ് കോടതിയിൽ എടുക്കുന്നതിന്റെ തലേന്ന് വക്കീലിന് പറഞ്ഞുറപ്പിച്ചതുപോലൊരു പണി കർത്താവായിട്ട് കൊടുത്തന്നേ. ബൈപ്പാസിൽ വെച്ച് പാവത്തിന്റെ കാറില് ഒരു ടിപ്പർ ലോറി കൊണ്ട് കയറ്റിക്കൊടുത്തു. കഷ്ടകാലത്തിന് അയാളുടെ അനിയത്തി കുട്ടിയും ഉണ്ടായിരുന്നു അതില്. എന്നാ പറയാനാ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആ കുട്ടി സ്പോട്ടിൽ തീർന്നു എന്നാ കേട്ടത്. വക്കീലിന് നല്ല പരിക്കുണ്ടെന്ന് അറിഞ്ഞത്. ഈ അടുത്ത കാലത്തൊന്നും അയാൾക്ക് കോട്ടിട്ട് കോടതി വന്ന് ഞെളിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ലാത്ത കഷ്ടമായി പോയി. നല്ലത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അനുഭവം കിട്ടുമ്പോഴല്ലേ പഠിക്കത്തുള്ളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? ചൂടാവാതെ മോളെ. കാര്യം പറയുമ്പോ ആദർശം പറഞ്ഞ് ചൂടായവന്റെ ഗതിയൊക്കെ കണ്ടില്ലേ? ആറ് തണുത്ത് പഴഞ്ചോറ് പോലെ ആയിരിക്കോ? ഒന്ന് സൂക്ഷിച്ചാ എല്ലാവർക്കും കൊള്ളാം. എന്തായാലും ഒന്ന് ചെയ്യുമ്പോ മറ്റൊന്നിന് വളാമെന്ന് പറഞ്ഞ പോലെ വക്കീല് വീണതുകൊണ്ട് എന്റെ പിള്ളേര് രക്ഷപ്പെട്ടു. അതിന്റെ സന്തോഷത്തില് പള്ളിയിലൊരു നേർച്ച നടന്നിട്ട് വരുന്ന വഴിയാ. എന്നാച്ചാ പൊക്കോട്ടെ, സൂക്ഷിച്ചു പോണം കേട്ടോ. ലക്കും ലഗാനും ഇല്ലാതെ വണ്ടികൾ പായുന്ന സ്ഥലമാ. വക്കീലിന് പറ്റിയതുപോലെ പറ്റരുത്. സൂക്ഷിക്കണേ മക്കളെ. എന്നാ ഞാൻ പോട്ടെ. മോളെ, അപ്പു എന്തു പറയുന്നു? ആളോക്കെ ആയോ? ഏയ്, അങ്ങനെ പറയാറായിട്ടില്ല അച്ഛാ.
ഇന്ന് ഞാനായിട്ട് നിർബന്ധിച്ച് അപ്പുനെ കുറച്ചേരം പുറത്തു കൊണ്ടുപോയി. ഞാൻ ഗീതേച്ചിയെ വിളിച്ചിരുന്നു. അപ്പോ നീ അപ്പുവിനെ കൂട്ടി പുറത്തുപോയ കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞ അത് കണ്ടപ്പോ ഗീതേച്ചിക്കും വീപ്പേട്ടനും ഒരു ആശ്വാസമായിട്ടോ. അല്ല, അപ്പു പിന്നെ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? മനഃപൂർവ്വം ഞങ്ങൾ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കരുതെന്ന് തുടക്കത്തിലേ ഞാൻ അപ്പുവിനോട് പറഞ്ഞു. പക്ഷെ ഒടുവിൽ പറഞ്ഞ് ആതിരയുടെ കാര്യത്തിൽ തന്നെ എത്തി. അതിന്റെ കൂടെ തിരികെ വരുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി. എന്താ മോളെ, എന്തു പറ്റി? ആ ഫിലിപ്പോസിനെ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. അയാൾ നിങ്ങളെ കണ്ടോ? പിന്നെ കാണുക മാത്രല്ല, സംസാരിക്കുകയും ചെയ്തു. അപ്പൂന് എനിക്ക് എങ്ങനെ ദേഷ്യം വന്നെന്നറിയോ? എന്താ അയാൾ പറഞ്ഞത്? അയാളുടെ മോനും കൂട്ടുകാരനും ജാമ്യം കിട്ടാൻ വേണ്ടി വക്കീലിന് ദൈവമായിട്ട് കൊടുത്ത പണിയായതെന്ന്. മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ കണ്ണിച്ചോരില്ലാതെ സംസാരിക്കാൻ പറ്റുന്നത്? അതിന് അയാളൊക്കെ ആരാമേ മനുഷ്യഗണത്തിൽ കൂട്ടുന്നത്? അല്ലെങ്കിൽ ഇത്രയ്ക്ക് സന്തോഷത്തോടെ അയാൾക്ക് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? ഒക്കെ കേട്ടിട്ട് അപ്പോ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പ്രതികരിക്കാൻ പോരുന്നത് നന്നായി. അയാളോടൊക്കെ പ്രതികരിച്ച മനുഷ്യന്റെ ഉള്ള സ്വസ്ഥതയും കൂടെ പോയുള്ളൂ. അതേ മാളു, നീ അപ്പുവിനോട് പറഞ്ഞേക്കണേ. അയാളുടെ സംസാരം കേട്ടിട്ട് അപ്പൂനൊരു സംശയം തോന്നുന്നുണ്ടച്ചാ. സംശയോ? എന്ത് സംശയം? അപ്പു പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അതിൽ സംശയിക്കത്തക്കതായി ചിലതുണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. നീ കാര്യം എന്താന്ന് വെച്ചാ പറയും മാളു. എന്താ അയാള് പറഞ്ഞത്? നന്ദൻ സാറിന്റെ ആതിരയുടെ ആക്സിഡന്റ് അത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്ന മട്ടിലാ അയാൾ സംസാരിച്ചത്. എന്നയാൾ നിങ്ങളോട് പറഞ്ഞോ? അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അയാളുടെ സംസാരത്തില് അങ്ങനൊരു ധ്വനി ഉണ്ടായിരുന്നു അച്ഛാ. ഒന്ന് ചെയ്യുമ്പോ മറ്റൊന്നിന് വളമാകുന്നോ, നന്ദൻ സാർ പറഞ്ഞ അനുസരിക്കാത്തത് കൊണ്ട് വന്ന കുഴപ്പമാണെന്നോ, അങ്ങനെ മുള്ളും മുനിയും വെച്ച് അയാൾ സംസാരിച്ചത്. ഈശ്വരാ, ഇതൊക്കെ അപ്പുവിനോട് അയാൾ നേരിട്ട് പറഞ്ഞോ? ഇനി സംശയം തോന്നിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. ഏതായാലും ഇത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. നന്ദനോട് ഈ കാര്യമൊന്നും ഇപ്പൊ സംസാരിക്കരുതെന്ന് അപ്പുവിനോട് പ്രത്യേകം പറയണം നീ. ഈ അവസ്ഥയിൽ നന്ദൻ ഇനി അതുകൂടി അറിഞ്ഞ അയാൾ എങ്ങനെയാവും റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അച്ഛാ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? സത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി നമ്മളായിട്ട് ഇതൊന്നും കുത്തിപ്പൊക്കാൻ പോകണ്ട മാളു. അച്ഛൻ പറഞ്ഞതനുസരിക്ക്. കേട്ടിട്ട് എനിക്ക് തന്നെ വല്ലാതെ പേടിയാവുന്നു. തൽക്കാലം ഇതിനെ പറ്റിയ ഒരു ഡിസ്കഷൻ വേണ്ട. അപ്പുവിനോട് നീ ഇത് പറഞ്ഞേക്ക്. ശരി. കുട്ടികൾ സംശയിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും മുരളിയേട്ടാ? അയാളുടെ കാര്യമായോണ്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ അയാൾ വീണ് കിട്ടിയ ഈ അവസരം തന്റെ മിടുക്കാണെന്ന് വരുത്തി തീർക്കാൻ കുട്ടികളുടെ മുമ്പിൽ ആളായതും ആവാം. ഏതായാലും നമ്മളായിട്ട് ഇത് ആരോടും പറയണ്ട. അറിയാതെ പോലും നീ ഇത് ഗീതയോടോ വിപിയോടോ പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഏയ്, ഞാൻ പറയാനൊന്നും പോകുന്നില്ല. ഹോ, നിന്റെ മുഖത്ത് ഇപ്പോഴെങ്കിലും ചിരി കണ്ടല്ലോ. ഇപ്പോഴാ എന്റെ പുണ്യാള എനിക്ക് സമാധാനമായത്. നിനക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലല്ലേടാ. പണ്ട് പഠിച്ചിരുന്നപ്പോ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാ ഇപ്പോഴും. ശരിയാ, എനിക്കും തോന്നി. പക്ഷെ മാറ്റമില്ലാത്തത് തന്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. ഒന്ന് പോടാ. അന്നൊന്നും നീ വലിയ സെയിന്റാ. പിന്നെ ഇപ്പൊ ഞാനായിട്ട് ആ പുണ്യാളത്തിനും ഇത്തിരി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വഴക്കുണ്ടാക്കുന്ന കാര്യത്തിലും പിറ്റേന്ന് ഇതുപോലൊരു കോഫിക്കോ ജ്യൂസിനോ മുന്നിലിരുന്ന് കോംപ്രമൈസ് ചെയ്യുന്ന കാര്യത്തിലും മാറ്റമൊന്നുമില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞ ഇന്നലെ നിന്റെ ഫയറിംഗ് കേട്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. മുൻപ് ഇതുപോലെ ഒരിക്കലും നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഇനി നീ എന്നോട് സംസാരിക്കുകയില്ലെന്നാ ഞാൻ വിചാരിച്ച. ആ സമയത്ത് എനിക്ക് അങ്ങനെയാ തോന്നിയത്. പക്ഷെ എന്തോ രാവിലെ തന്നെ കണ്ടപ്പോ പാവം തോന്നി. ആക്ച്വലി ഇന്നലെ ഞാൻ നിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരുന്നതിന്റെ പിന്നില് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. ദുരുദ്ദേശോ? അതെന്താ? അത് സാരല്ല, വിട്ടേക്ക്. എന്നാലും പറയുന്നേ കേക്കട്ടെ. ഡാഡിയായിട്ട് ഒരാഴ്ച മുന്നേ ഞാനൊന്ന് ഉടക്കി. അതുകൊണ്ട് ഇപ്രാവശ്യം മണിയൊന്നും അയക്കണ്ടെന്ന് ഞാൻ വലിയ ജാടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു. ഇനിയിപ്പോ നിനക്ക് നിന്നെ പോക്കറ്റ് മണി സാലറി കിട്ടിയില്ലേ? കിട്ടിയ സാലറിയും കയ്യിലുണ്ടായിരുന്നതും ഒക്കെ വീടിന് അഡ്വാൻസ് കൊടുത്തും പർച്ചേസ് നടത്തിയും തീർന്നു. എന്റെ റൂംമേറ്റ് ഹിമയ്ക്ക് പെട്ടെന്നൊരു അത്യാവശ്യം. അപ്പൊ എന്റെ അടുത്തൊരു 25,000 ചോദിച്ചു. കൊടുക്കാന്ന് ഞാൻ വാക്കും പറഞ്ഞതാ. അപ്പോഴാ തന്തപ്പടി കയറി ഉടക്കിയത്. പിന്നെന്ത് ചെയ്തു? പിന്നെന്ത് ചെയ്യാൻ? നിനക്കറിയാലോ, വേറെ ആരോടെങ്കിലും കാശ് കടം ചോദിക്കാൻ എനിക്കൊരു ചമ്മല. കൂടാതെ എനിക്കും കുറച്ച് ക്യാഷിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിന്നോടാവുമ്പോ യാതൊരു എളുപ്പമില്ലാതെ എനിക്ക് ചോദിക്കാലോ.
അതിനു വേണ്ടി കൂടിയാ ഞാൻ നിന്നെ വിളിച്ചു ബുദ്ധിമുട്ടിച്ചത്. എന്നിട്ട് കാശ് കിട്ടിയോ? ഇല്ലെന്നേ. ഇന്ന് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാന്ന് ഞാൻ ഹിമയോട് വാക്കും പറഞ്ഞു. എന്റെ ഒപ്പമുള്ള ഡോക്ടർ ബിന്ദുവിനോട് ഞാൻ ചോദിച്ചു. അവരും കൈമലർത്തി കാണിച്ചു. അങ്ങനെ ആകെ ഡെസ്പായിട്ടിരിക്കാൻ മോനെ. അത്യാവശ്യം എത്ര രൂപ കിട്ടിയാ നിനക്ക് നിന്റെ മാനം രക്ഷിക്കാൻ പറ്റും? ഹിമയെ സഹായിക്കാന്ന് പറഞ്ഞ 25,000 പിന്നെ എനിക്കും വേണം ഈ മാസം കടന്നു കിട്ടണമെങ്കിൽ അത്രയും രൂപ. മൊത്തത്തിൽ ഒരു 50 റുപ്പീസ് കിട്ടിയാ ഞാൻ ഹാപ്പിയാണ്. എന്ത് വേണമെന്ന് ആലോചിക്കാം. പമ്പയുടെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാ അടുത്ത മിനിറ്റിൽ അക്കൗണ്ടിൽ പൈസ വരും. പക്ഷെ ഈഗോ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ശരി, ഇനി കാശ് കിട്ടാതിരുന്നിട്ട് നിന്റെ ഈഗോ ഹേർട്ട് ആവണ്ട. അത്യാവശ്യമാണെങ്കിൽ ഞാൻ സഹായിക്കാം. നിന്റെ കയ്യിൽ അത്ര എമൗണ്ട് സ്പെയർ ചെയ്യാനുണ്ടാവോ? എന്റെ പേഴ്സണൽ അക്കൗണ്ടിലില്ല, ജോയിന്റ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ തൽക്കാലത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓഹോ, ചെറുക്കൻ വലിയ പണക്കാരനാ. നിനക്കത് സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ തൽക്കാലം ഹിമയുടെ മുന്നിൽ മാനം പോവാതെ പിടിച്ചു നിൽക്കാം. ഒരാഴ്ചക്കുള്ളിൽ പപ്പയുമായിട്ട് കോംപ്രമൈസിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നടന്നാ പിന്നെ ഈ ആഴ്ച തന്നെ എനിക്ക് നിന്റെ കടം വീട്ടാൻ പറ്റിയേക്കും. അത് നീ സൗകര്യം പോലെ വീട്ടിയാൽ മതി. ക്യാഷ് വേണമെങ്കിൽ ഞാനിപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാം. എന്നാ ചെയ്യും മോനെ ദിനേശ. ഓ, ഇപ്പോഴാ ഒന്ന് സമാധാനായത്. നിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. താങ്ക്സ് മോനെ ജോബിനെ. ഈ കടം പലിശ അടക്കം ഞാൻ വീട്ടുന്നതായിരിക്കും കേട്ടോ. മുതല് തന്നില്ലെങ്കിലും വേണ്ടില്ല, പലിശ കൃത്യമായിരിക്കണം. ഓ, സമ്മതിച്ച പുണ്യാളാ. ഡോക്ടർക്ക് എന്തിനാ ഇപ്പൊ 50,000 രൂപ? എന്നാ നമുക്ക് ഇറങ്ങാം. നീ എന്നെ ഡ്രോപ്പ് ചെയ്യോ? ഇപ്പോഴോ? ഞാൻ ഡ്യൂട്ടിയില്ല. ഒരു 5 മിനിറ്റ് മതിയല്ലോ. ബാ പ്ലീസ്. എന്നാ ഓക്കെ. ഹലോ ഡോക്ടർ, ICU എന്നാ. ബെഡ് നമ്പർ 10 MI പേഷ്യന്റ് ഫിറ്റ്സിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഇല്ല, മൈൽഡാണ്. ചെറിയ ഷിവറിങ്ങേ ഉള്ളൂ. ഏതാ ഡോക്ടർ? ക്യാമ്പോസ് 10 ml IV അല്ലേ? ആ, കൊടുക്കാം ഡോക്ടർ, ഉടനെ കൊടുക്കാം. ഓക്കെ ഡോക്ടർ, ഓക്കെ. അല്ല ഡോക്ടറെ, നമുക്കിതൊരു സ്ഥിരം കലാപരിപാടിയാക്കിയാലോ? സ്ഥിരം കലാപരിപാടിയോ? എന്താ മാഡം ഉദ്ദേശിക്കുന്നത്? അല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് നീ ഞാൻ ഒരുമിച്ച് പുറത്തിറങ്ങുന്നതും കുറച്ചു നേരം നമ്മൾ വല്ല ഷോപ്പിങ്ങിനോ റെസ്റ്റോറന്റിലോ ഒക്കെ ചെലവഴിച്ച് ഏകദേശം ഈ സമയം ആകുമ്പോഴേക്കും നീ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്ക് ടു ഹോം. എപ്പടി? അലീന, തന്റെ കുട്ടികളിക്ക് എപ്പോഴും ഞാനിങ്ങനെ റെഡിയാവണമെന്നില്ല കേട്ടോ. കുട്ടിക്കളി അല്ല മാഷേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. സത്യം പറയല്ല ജോബിനെ, നിന്നോട് ഇങ്ങനെ ഒരു സഹായം ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ജാള്യത തോന്നിയിരുന്നു. സഹായോ? എന്ത് സഹായം? അല്ല, ഞാൻ കുറച്ച് ക്യാഷ് ചോദിച്ചായിരുന്നല്ലേ. അതിന് ജാള്യത തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. താൻ എന്നോട് ചോദിച്ചു, എന്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ സഹായിച്ചു. അതിലിപ്പോ എന്താ കുഴപ്പം? സൗഹൃദം എന്ന് പറയുന്നത് അങ്ങനെ ചില സഹായങ്ങൾ കൂടിയല്ലേടോ. ഇത് വെറും ഒരു സഹായമായിട്ട് കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഞാൻ ചെയ്ത സഹായത്തിന് തന്റെ പപ്പയെ പോലെ പലിശ വാങ്ങണം? ഓ, അത് ശരി. അപ്പൊ നൈസായിട്ട് നീ എന്റെ അപ്പനെ വിളിച്ചതാണല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. നിന്റെ പപ്പ വലിയ ബാങ്കറല്ലേ, ആ ഒരു ലൈനിൽ ചിന്തിച്ചു നോക്കിയതാ. ആ ലൈനിൽ ചിന്തിച്ച് നോക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ പപ്പയായിരുന്നെങ്കിൽ കണ്ണും പൂട്ടി ഇതിനൊരു 5% ഇൻട്രസ്റ്റ് എങ്കിലും വാങ്ങിച്ചെടുത്തേനെ. എങ്കിലേ ആ 5% നീ എനിക്കൊന്നോ? അങ്ങനെ നീ ഇപ്പോ എന്റെ കയ്യിൽ നിന്ന് പലിശ മേടിച്ചുണ്ടണ്ട. എങ്കിൽ പിന്നെ നീ മിണ്ടായിരിക്കാം.
ദിവസം ഉണ്ടാവും ഇവിടെ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ മാള് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും. എന്നാ പിന്നെ അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഓക്കെ ആയാൽ മതി. അതുവരെ എനിക്ക് നിന്നെ മിസ് ചെയ്യണ്ടല്ലോ. ഞാനൊരു തമാശ പറഞ്ഞതാണപ്പാ. ഇനി അതിന്റെ പേരിൽ ഇയാള് മുഖം വീർപ്പിക്കണ്ട. ഹലോ ഹലോ പ്രവീൺ. ജോബിൻ, താൻ എവിടെയാ? ഞാനിപ്പോൾ ഒരു കോഫി ഷോപ്പിലാ. എന്തൊരു പ്രവീൺ? താനൊന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. എന്താടോ, എന്താ പറ്റിയ? അതിപ്പോ ഫോണിൽ പറയാൻ പറ്റില്ല. ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. താനൊന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് വാ. ശരി ശരി, ഞാനിപ്പോൾ വരാം. എന്താ ജോബിൻ, എന്തു പറ്റി? എടോ, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പ്രവീണ വിളിച്ചത്. എന്താ? ഹോസ്പിറ്റലിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. വേഗം തിരിച്ചെല്ലാം പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും ജോബിൻ, ലേറ്റ് ആവണ്ട, പെട്ടെന്ന് പൊയ്ക്കോ. ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. എന്തായാലും ഇതുവരെ വന്നില്ലേ, തന്നെ ഹോസ്റ്റലിൽ വിട്ടിട്ട് പോവാം. വേണ്ടെന്നേ, ഇനിയിപ്പോ ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോളാം. ജോബിൻ പെട്ടെന്ന് തിരിച്ചു പോയിക്കോ. അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കണേ. ശരി, മറക്കരുത്. ഓക്കെ ഓക്കെ, I'll call you. ഓക്കെ, ബൈ. ജോബിൻ, താൻ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ അത്യാവശ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിരുന്നു വേഗം. കൊള്ളാം, തൻ്റെ ബെസ്റ്റ് ടൈം. ഇവിടെ ആ പേഷ്യൻ്റ് മരിച്ചു. ഡ്യൂട്ടി ഡോക്ടർ മരണസമയത്ത് ഇല്ലായിരുന്നെന്ന് പറഞ്ഞ് അയാളുടെ റിലേറ്റീവ്സ് ചില ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആള് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് കൂടെയുള്ളവർ അതൊരു കോൺട്രവേഴ്സി ആക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചീഫ് വന്നിട്ടുണ്ട്. ആളാകെ ചൂടില്ല. തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. തനിക്ക് സാറിനോട് വിളിച്ചൊരു പെർമിഷൻ ചോദിച്ചിട്ട് പോയിക്കൂടായിരുന്നോ? ഇനി ഇവിടെ നിന്ന് സമയം കളയാതെ താൻ വേഗം ക്യാബിനിലേക്ക് ചെല്ല്. സാറിനെ കണ്ട് എത്രയും വേഗം ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്ക്. ചെല്ലടോ, ചെന്ന് സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാൻ നോക്ക്. പുറത്തിറങ്ങാൽ അത് വലിയ ഇഷ്യൂ ആവും. വേഗം ചെല്ല്. എക്സ്ക്യൂസ് മീ സർ. Come in. ബെഡ് നമ്പർ 10 പേഷ്യന്റിന്റെ ഇൻചാർജ് ആർക്കായിരുന്നു? കമോൺ മിസ്റ്റർ, ആൻസർ മീ. സർ, എനിക്കായിരുന്നു. Then what happened to him? സർ, പേഷ്യന്റ് മരിച്ചുപോയെന്ന്. ഓ, is it? അപ്പൊ അറിഞ്ഞു അല്ലേ? ആ സമയത്ത് താൻ എവിടെയായിരുന്നു? എന്താ മിസ്റ്റർ, ചോദിച്ച കേട്ടില്ലേ? മറുപടി പറയണം ഡോക്ടർ. എവിടെയായിരുന്നു താൻ? സർ, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാ. ഷട്ട് അപ്പ്. തന്റെ തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമാണെന്ന് കരുതിയോ? ഡ്യൂട്ടി ഏൽക്കാൻ മനസ്സില്ലായിരുന്നെങ്കിൽ അത് ഏൽപ്പിക്കുമ്പോഴേ പറയണമായിരുന്നു. അല്ലാതെ വയ്യാത്ത കാര്യം ഏറ്റിട്ട് തനിക്ക് തോന്നിയതുപോലെ കാണിച്ചു കൂട്ടാനുള്ള സ്ഥലമാണെന്ന് കരുതിയോ? ഡോണ്ട് യു ഫീൽ അഷെയിംഡ്? ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറാൻ എങ്ങനെ കഴിയുന്നതോ എനിക്ക് ഷെയിം ഓൺ യു ജോബിൻ. റെഡിക്കുലസ്. സർ, പ്ലീസ് ബിലീവ് മീ സർ. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് എൻ്റെ വീഴ്ച തന്നെയാണ്. പക്ഷേ പേഷ്യൻ്റ് ഫിറ്റ്സിൻ്റെ സിംറ്റംസ് കാണിച്ചു എന്ന് നഴ്സ് റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഞാൻ ക്യാമ്പോസ് 10 ml പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. പേഷ്യന്റിന് ഫിസിക്കലി എക്സാമിൻ ചെയ്യാതെ ഓവർ ദ ഫോൺ പ്രിസ്ക്രിപ്ഷൻ നൽകാൻ ഹൂ ദ ഹെൽ ആർ യു?